നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന ആ നിർണായക വിധി എത്തിയിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് തൂക്കുകയർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പോത്തുണ്ടി ബോയമുന്നതിയിൽ സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് ശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 20 ലക്ഷം രൂപ ചെന്താമര പിഴയൊടുക്കണം. ഇത് ചെന്താമരയ്ക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അത് വഹിക്കണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിരിക്കുകയാണ്. ഈ പണം സുധാകരന്റെ മക്കൾക്ക് ഉടൻ നൽകണമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് 13-ാം തീയതി കോടതി കണ്ടെത്തിയിരുന്നു. പിന്നാലെ ശിക്ഷാവിധി മാറ്റിവെക്കുകയായിരുന്നു. എല്ലാവരും കാത്തിരുന്നത് എന്താണ് ചെന്താമരയ്ക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്നതായിരുന്നു. ജീവപര്യന്തത്തിൽ ഒതുക്കുമോ? ഇത്രയും പേരെ കൊലപ്പെടുത്തിയ, ഇനിയും ചില ജീവനുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ചെന്താമര എന്ന കൊടും ക്രിമിനലിന് എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ പോകുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. തൂക്കുകയർ തന്നെ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ എന്നെ തൂക്കിക്കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും എന്നൊരു വീരവാദമൊക്കെ ചെന്താമര കോടതിയിൽ മുഴക്കിയിരുന്നു. എന്തായാലും കോടതി ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ നൽകിയിരിക്കുകയാണ്. ഇരട്ടക്കൊലയ്ക്ക് BNS 103(1), സുധാകരനെ തടഞ്ഞു വെച്ചതിന് BNS 126 2 വകുപ്പുകൾ പ്രകാരമാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി. സുധാകരന്റെയും സജിതയുടെയും മക്കൾ അഖിലയും അതുല്യയും ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. 2025 ജനുവരി 27-നാണ് കേസിന് ആസ്പദമായ സംഭവം. സുധാകരന്റെ ഭാര്യ സജിത എന്ന 35-കാരിയെ അതിക്രൂരമായിട്ടാണ് ചെന്താമര എന്ന അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ ചെന്താമര ജയിൽശിക്ഷ അനുഭവിച്ചു, ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം വീണ്ടും ഇരട്ട കൊലപാതകം നടത്തുകയായിരുന്നു. അതായത് ഈ സജിതയുടെ ഭർത്തൃമാതാവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവുമാണെന്ന സംശയം. അത്തരത്തിലുള്ള ചിന്തയാണ് ചെന്താമരയെ കൊലപാതകിയാക്കിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്മേലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയായത്. വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. സമൂഹത്തിന് ഭീഷണിയായ പ്രതിയെ ഒരു തരത്തിലും പുറത്തുവിടരുതെന്നും മാനസാന്തരപ്പെടാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത പ്രതിയാണ് ചെന്താമരയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. 2019 ഓഗസ്റ്റ് 31-ന് സജിതയെ കൊലപ്പെടുത്തുന്നു. പിന്നാലെ 2025 ഒക്ടോബർ 15-ന് ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ചെന്താമര പ്രതിയായ ആദ്യ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി തന്നെയാണ് രണ്ടാമത്തെ കേസിലും വിധി പറഞ്ഞത്. MJ വിജയകുമാറാണ് 2 കേസുകളും പബ്ലിക് പ്രോസിക്യൂട്ടർ. ചുരുങ്ങിയ കാലയളവിൽ 132 സാക്ഷികളിൽ നിന്ന് പ്രോസിക്യൂഷൻ തെളിവിലേക്ക് ആവശ്യമായ 81 സാക്ഷികളെയും 91 രേഖകളും 28 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആലത്തൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. അതേസമയം ചെന്താമരയ്ക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും സൈക്കാട്രിക് റിപ്പോർട്ടുകൾ ഇത് ശരിവയ്ക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഗാന്ധിയല്ല താനെന്നായിരുന്നു പ്രതി കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നതടക്കമുള്ള വീരവാദങ്ങളൊക്കെ കോടതിയിൽ ചെന്താമര മുഴക്കിയിരുന്നു. ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടില്ല എന്നായിരുന്നു ചെന്താമരയുടെ പോർവിളി കോടതിയിൽ. പ്രതിയെ പ്രകോപിപ്പിച്ചു എന്നതാണ് കുറ്റം ചെയ്യാനുള്ള കാരണം. മാത്രമല്ല, കൊല്ലപ്പെട്ട സുധാകരന്റെ മകളുടെ കാര്യത്തിൽ ഡിഫൻസ് കൗൺസിൽ മുൻപാകെ പ്രതി കുറ്റബോധം കാണിച്ചു. അതായത് പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ല, ഇരകളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ല, പ്രകോപനം ഇല്ലാതെയാണ് ചെന്താമര കുറ്റകൃത്യം ചെയ്തത്. മാനസാന്തരപ്പെടാനുള്ള സാധ്യത നോക്കിയാണ് സാധാരണ ശിക്ഷ വിധിക്കാറുള്ളത്. ഈ ചെന്താമരയെ സംബന്ധിച്ച് അത്തരത്തിലൊരു മാനസാന്തരത്തിന് പോലും സ്കോപ്പില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സമൂഹത്തിന് പ്രതി പ്രശ്നക്കാരനാണ് എങ്കിൽ കോടതിക്ക് വധശിക്ഷ നൽകാമെന്ന് വിവിധ ഹൈക്കോടതി വിധികൾ ഉദാഹരണമായിട്ടുണ്ട്. എന്തായാലും എല്ലാ വിശുദ്ധർക്കും ഭൂതമുണ്ട്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര വലിയ രീതിയിലുള്ള ഭീഷണിയാണ് എന്നൊരു നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൊലപാതകങ്ങൾ ചെയ്തതിൽ പ്രതിക്ക് കുറ്റബോധമില്ല എന്നും ജാമ്യം ലംഘിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും ചെന്താമര വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യതയുള്ളയാളാണെന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന അർഹമായ വിധി തന്നെയാണ് ചെന്താമരയെ തേടി എത്തിയിരിക്കുന്നത്. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ആ പ്രതി അർഹിക്കുന്നില്ല. അത്തരത്തിലല്ല വിധി എന്നായിരുന്നുവെങ്കിൽ മറ്റ് നീക്കങ്ങളിലേക്ക് കുടുംബം കടക്കുമായിരുന്നു. 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളെയാണ് ഇയാൾ അനാഥനാക്കി കളഞ്ഞത്. അപ്പോൾ എന്തായാലും നിർണായകമായ വിധിയാണ് ഈ ഒരു കേസിൽ വന്നിരിക്കുന്നത്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് കോടതി വിധി പറഞ്ഞുകൊണ്ട് വിലയിരുത്തിയിരിക്കുന്നത്. ഈ അരുൺ കൊലപാതകം ചെയ്ത ശേഷം സമീപത്തെ മലയിലേക്ക് രക്ഷപ്പെട്ട ചെന്താമരയെ
തണ്ടർ ബോൾട്ടും പോലീസും ചേർന്ന് നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിൽ 2025 ജനുവരി 29 രാത്രിയാണ് പിടികൂടിയത്. 2025 ഒക്ടോബർ 18 സജിത വധക്കേസിലും ചെന്താമരയെ കുറ്റക്കാരനാക്കി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തവും തടവും പിഴയും ശിക്ഷയായി വിധിച്ചിരുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വിധി പ്രസ്താവനത്തിനായി കോടതിയിൽ എത്തിയ സമയം ചെന്താമര നടത്തിയ ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. കോടതിയിൽ വൻ ഷോയായിരുന്നു ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വെല്ലുവിളി, ഭീഷണി, എന്നെ തൂക്കിക്കൊന്നില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലുമെന്നതടക്കമുള്ള വീരവാദം മുഴക്കലൊക്കെ ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും അർഹമായ വിധി ചെന്താമരയ്ക്ക് കിട്ടിയിരിക്കുന്നു. തൂക്കുകയർ കിട്ടിയിരിക്കുകയാണ്. അടിമുടി സംശയവും കടുത്ത മദ്യപാനവും കാരണമാണ് ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം ചെന്താമരയെ ഉപേക്ഷിച്ചു പോയത്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി സജിതയെ കൊലപ്പെടുത്തിയത്. തന്റെ കുടുംബം തകരാൻ കാരണം, തന്റെ ഭാര്യയും മക്കളും തന്നെ വിട്ടിട്ട് പോകാൻ കാരണം അയൽവാസികളാണെന്ന മിഥ്യാധാരണയിലാണ് കൊടും ക്രൂര കൊലപാതകം പ്രതി ചെയ്തത്. എന്തായാലും നിർണായകമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ കേസിനെ സംബന്ധിച്ചുള്ള വിധിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും. എന്തായാലും അർഹിച്ച, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ച, അല്ലെങ്കിൽ ചെന്താമര അർഹനായ വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.